ഹായ്. ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നതാണ് ഷോപ്പിഫൈ സ്റ്റോർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എങ്ങനെ സെയിൽസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും അതൊരു മാർക്കറ്റ് പ്ലേസ് അല്ല. മാർക്കറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അതിലേക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് അതിൻ്റെ മാർക്കറ്റിങ്ങും ഇപ്പോൾ കൊറിയറും അതിന് പേയ്മെൻറ്റ് ഗേറ്റും ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആ മാർക്കറ്റ് പ്ലേസിൻ്റെ ബാക്ക് എൻഡിൽ നിന്നാണ്. വിച്ച് മീൻസ് നമ്മളിപ്പോൾ ആമസോണോ നൂനോ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അലിബാബ, വാൾമാർട്ട് തുടങ്ങിയിട്ടുള്ള മാർക്കറ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കണം, ഞാൻ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എന്നാലും കുറേയൊക്കെ കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതായത് നമ്മളതിനെക്കുറിച്ചിട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും കൊറിയറിനെ കുറിച്ചിട്ടും അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേയെ കുറിച്ചിട്ടൊക്കെ അധികം ബോധേരമുണ്ട്. മാർക്കറ്റിംഗ് നമ്മളിനി മാർക്കറ്റിംഗ് ചെയ്തില്ലേ പോലും ഒന്നോ രണ്ടോ സെയിൽസൊക്കെ അവിടെ നടക്കും. പക്ഷേ ഷോപ്പിഫൈ സ്റ്റോർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഷോപ്പിഫൈ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഡിസൈൻ മുതൽ അതിനകത്ത് മാർക്കറ്റിംഗ്, അതിനകത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്, അതിനകത്ത് ഒന്ന് കൊറിയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ആരാണോ കൊറിയർ ടീം അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് പേയ്മെൻറ്റ് ഗേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ ടീമിന് ട്രെയിനിങ് ചെയ്യണം. അതായത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാർക്കറ്റ് പ്ലേസ് അല്ല. അപ്പോൾ മാർക്കറ്റ് പ്ലേസ് എന്താണെന്നും ഷോപ്പിഫൈ എന്താണെന്നും ചെറിയൊരു ധാരണ കിട്ടിയില്ലേ? ഷോപ്പിഫൈയിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങാമെന്ന് വെച്ചാൽ ഷോപ്പിഫൈയിലൊരു സ്റ്റോർ തുടങ്ങാമെന്ന് വെച്ചാൽ ഷോപ്പിഫൈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റോർ ബിൽഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തോണം. അല്ലാതെ ഷോപ്പിഫൈ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാനോ നിങ്ങളുടെ കൊറിയർ ടീമിനെ കണ്ടെത്താനോ ഒന്നും ഷോപ്പിഫൈ ഹെൽപ്പ് ചെയ്യില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്യും. എങ്ങനെ? നല്ലൊരു ലോജിസ്റ്റിക്സ് ടീമിനെ കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഷോപ്പിഫൈ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഷോപ്പിഫൈ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റിംഗ് ചാനൽസിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ സ്റ്റോറിൽ വരുന്ന ആൾക്കാരുടെ ഒരു അനലറ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി അവരെ റീമാർക്കറ്റ് ചെയ്യാനും റീടാർഗറ്റ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് ഷോപ്പിഫൈയിലൂടെ സാധിക്കും. അപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അതൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നിങ്ങൾ കാണരുത്. അതായത് നിങ്ങളതിലേക്ക് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് മാറിയിരിക്കുന്ന ഒരവസ്ഥയല്ല ഷോപ്പിഫൈയിലുള്ളത്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേരിനൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഷോപ്പിഫൈയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം ഓരോ മാസവും 20 രൂപ വെച്ചിട്ട് ചാർജ് ആവുള്ളൂ. അങ്ങനെ 3 മാസം നിങ്ങളുടെ ബിസിനസ്സിനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ ഷോപ്പിഫൈയിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാമെന്നും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലെങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാമെന്നും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇ കോമേഴ്സിനെ കുറിച്ച് കൂടുതൽ ഇതും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കുന്ന ഈസി കൊമേഴ്സിൻ്റെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മന്ത് കൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ കോച്ചിങ്ങിലൂടെ മനസ്സിലാക്കാനും സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇനിയും മനസ്സിലാക്കുക, ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് അല്ല, നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് മാത്രമാണ്. ഷോപ്പിഫൈ എന്ന് പറയുന്നത് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക് യു.